ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ പാചകമാണ് നിങ്ങൾ കാണുന്നത്. ഞാനൊക്കെ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങും കാര്യമൊക്കെ ആയതുകൊണ്ട് ജോലിയും കഴിഞ്ഞ് വന്ന് മീൻ കറി, കൊഴിയാള വറുത്തത്, ചീരത്തോരൻ കണ്ടോ, ചീരത്തോരനും കൊഴിയാളം മെനഞ്ഞാന്ന് വാങ്ങിയതാണേ. കൊഴിയാള മീൻ മെനഞ്ഞാന്ന് വാങ്ങിയതാണ്. അപ്പോൾ 2 കൊഴിയാളേ ഉള്ളൂ. നിങ്ങളാരും കളിയാക്കല്ലേ, നമ്മൾ വീട്ടിലെ വിശേഷം പറയുമ്പോൾ നിങ്ങളോടും പറയണം. അപ്പോൾ 2 കൊഴിയാള മീനേ ഉള്ളൂ. അത് കറിക്കും വറുക്കാനും കൂടെ എടുക്കും. നമുക്ക് വറുത്ത മീനില്ലെങ്കിൽ അലർജിയാണ്. വറുത്ത മീൻ വിട്ടൊരു കളിയില്ല കേട്ടോ. വറുത്ത മീൻ ഇത് 2 എണ്ണം കറി വയ്ക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് ഞാൻ 3 എണ്ണം ഇസ്കി വറുക്കാൻ വേണ്ടിയിട്ട് എടുത്ത്. ആൾക്ക് ഓരോ പീസ്, എനിക്കും ചേട്ടനും മോനും ഞങ്ങൾക്ക് ഓരോ പീസ് ഉച്ചത്തേക്ക്. രാത്രി മുട്ടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പം കൊഴിയാള മീൻ കറി, വറുത്ത മീൻ, ചീരത്തോരൻ, മെനഞ്ഞാന്നത്തെ ഞണ്ട് കറി, മെനഞ്ഞാന്ന് രാത്രി വെച്ച ഞണ്ട് കറി ഇന്നലെ കഴിച്ചതിൻ്റെ ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ച് അതും ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ എന്തോന്ന്, പാവയ്ക്കത്തോരൻ വെക്കാനെന്ന് എനിക്കറിയില്ല. ഞാൻ അത് നമ്മൾ 2-3 ദിവസം കുറേ ദിവസമായി ഈ പാവയ്ക്ക കിട്ടിയിട്ട്. അപ്പം എനിക്ക് ഈ സംഭവം വെക്കാനും അറിയത്തില്ല, എനിക്കിത് കഴിക്കുന്നതും. ചേട്ടൻ വെച്ചാൽ കഴിക്കും കേട്ടോ. അപ്പോൾ ചേട്ടൻ ഞാൻ വന്നപ്പോൾ പാവയ്ക്കത്തോരൻ വെച്ചേക്കുന്നു. അപ്പോൾ പാവയ്ക്കത്തോരൻ, 2 ദിവസത്തേക്ക് മുന്നേ ഉള്ള ഞണ്ട് കറി, ഇന്നത്തെ കൊഴിയാള വറുത്ത മീൻ, ചീരത്തോരൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ. എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് കണ്ടോ, വലിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒതുക്കണം. ഞാനും എൻ്റെ അടുക്കള ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ കരുതിയാലും ഞാനും എൻ്റെ അടുക്കളയും ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇനി ഇതെല്ലാം ഒതുക്കണം കേട്ടോ. ചിലരാണെങ്കിൽ ഒരു പാത്രം എടുത്ത് കഴുകി വെച്ചിട്ട് അടുത്ത പാത്രം എടുക്കും, ഒരു പാത്രം എടുക്കും കഴുകി വെച്ചിട്ട് അടുത്ത പാത്രം എടുക്കും. ഞാൻ അങ്ങനെയല്ല, എല്ലാം വലിച്ചു വാരിയിട്ട് ചെയ്തതിന് ശേഷം ഒതുക്കും. നമ്മൾ ഒരു പാത്രം എടുത്ത് കഴുകി നിന്നാലുണ്ടല്ലോ, നമ്മൾ ഈ നേരത്ത് ജോലിയും കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന നമുക്ക് ജോലി നടക്കില്ല. ഈ 1.5 മണിക്കൊക്കെ വന്നിട്ട് ഞാൻ ഒരു പാത്രം എടുത്ത് കഴുകിയിട്ട് വീണ്ടും അടുത്ത പാത്രം എടുത്ത് അതും കഴുകി വെച്ചിട്ട് പാചകം ചെയ്താൽ 4 മണിയായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. പെട്ടെന്ന് വലിച്ചു വാരിയിട്ടൊക്കെ അങ്ങ് ജോലി ചെയ്ത് കഴിക്കാനുള്ളവർക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് ഒതുക്കും. അതാണ് എൻ്റെ ശീലങ്ങൾ. ഇനിയിപ്പോൾ ആരൊക്കെ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഒരു ദിവസം എനിക്ക് വയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് ഇട്ടേക്കും. വീടൊക്കെ അടിച്ചു തരുന്ന കാര്യമായാലും തുണി നനയ്ക്കണ കാര്യമായാലും ഭയം ഞാൻ ഇട്ടേക്കും, അടുത്ത ദിവസം ചെയ്യും. ചിലരങ്ങനെയല്ല, അന്നുള്ള തുണി അന്നന്ന് കഴുകി, അന്നന്ന് അടിച്ചു വാരി, അന്നന്ന് ക്ലീനാക്കി. എല്ലാവരും ഒന്നുമല്ലായ പിന്നെ ഈ നാട് നന്നായി പോവില്ലേ. എൻ്റെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ചിലരുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒതുക്കിയിട്ട് പാചകം ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഇന്നും ഇന്നലെയൊക്കെ കാണുന്നതല്ലെന്നേ. 10-50 വർഷം നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നിട്ട് ഒരു 10-50 വർഷമായെന്നേ. നമ്മൾ പല വീടുകളിലും പല ആൾക്കാരുമായിട്ട് ഇടപഴകുന്നത് കൊണ്ട് നമുക്കറിയാം ആരൊക്കെ എന്താണ് എങ്ങനെയൊക്കെയാണെന്ന്. എത്രയൊക്കെ വൃത്തിയും പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞാലും ഇച്ചിരി എങ്കിലും കോലം കെടാത്ത വീട് ഒരു വീടും ഇല്ല. എത്ര ഇനിയിപ്പോൾ വൃത്തി എന്ന് പറഞ്ഞാലും പഠിച്ചു വാരിയിടുന്ന വീടുകളും ഉണ്ട്. എത്ര അല്ലെങ്കിൽ ഞാൻ പറയണ്ടേ, 10,000, 15,000, 20,000 ഒക്കെ കൊടുത്ത് സെർവൻറ്റിനെ നിർത്തുക. അന്നുള്ള പൊടികളൊക്കെ അടിച്ചു വാരി അന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മാറ്റേ. ചിലർ പറയും ഞാൻ ഭയങ്കര വൃത്തിയാണ്. നീ വൃത്തിയെന്ന് പറയണ ഒരു വീട്ടിൽ ചെന്ന് കയറണം, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതൊക്കെ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. ചിലർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒതുക്കിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ സംഭവമൊക്കെ ഒതുക്കിയിട്ട് ഒരു വീഡിയോ എടുക്കും. അപ്പോൾ കാണുമ്പോൾ വൃത്തിയും പെർഫെക്റ്റുമാണ്. നമ്മൾ അങ്ങനെയല്ല. ഞാനും എൻ്റെ അടുക്കള എങ്ങനെയാണോ ആ രീതിയൊക്കെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും ഇല്ല ചെല്ലങ്ങളെ, ഞാൻ കഴിക്കാൻ സമയത്ത് കാണിക്കാം. എന്തായാലും നമുക്ക് വീഡിയോ എടുക്കണ്ടേ, നിങ്ങളെ മുന്നിൽ വീഡിയോ എത്തിക്കണ്ടേ. പാചകമൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. നമ്മൾ പാചകമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, കാണിച്ചിട്ട് കുറേ നാളായി. പാചകം ചെയ്തിട്ടല്ല, കാണിച്ചിട്ട് കുറേ നാളായി. മെനഞ്ഞാന്ന് കറിയൊക്കെ വറ്റിയെന്ന് തോന്നുന്നു. കഥ പറഞ്ഞ് ഇതൊക്കെ കണ്ടോ, ഈ സൈഡൊക്കെ കണ്ടോ. നമുക്ക് ഇറച്ചിൽ മഴയൊക്കെ അടിക്കുന്നത് കൊണ്ടേ, അതുമല്ല ടെൻഡർ അടിച്ച അടുക്കളയാണ്. അപ്പോൾ അതിൻ്റേതായ പിന്നെ വെയിലും മഴച്ചാറും ഒക്കെ വരുമ്പോഴത്തേക്ക് കച്ചറയൊക്കെ വരും. അത് വേറൊരു സൈഡ് അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് വിശേഷം. കഴിക്കുന്നതും കൂടെ മീനേ, ഞാൻ നിങ്ങളോട് കഥ പറഞ്ഞുണ്ടല്ലോ, എൻ്റെ കഥ പറഞ്ഞ് മീനൊക്കെ
വെള്ളമൊക്കെ വറ്റിയെന്ന്. ഇനിയിപ്പോൾ രസവും കുസവും ഒന്നും വെക്കണില്ല കേട്ടോ. ഇവിടെ രസവും ഒഴിച്ചേറിയ എന്തെങ്കിലുമൊക്കെ കോരി വീഴ്ത്താൻ വേണം. കോരി പൊങ്കാല കുളിക്കുമ്പോൾ കുളിക്കാൻ വേണ്ടി ഇവിടെ രസമോ ഒഴിച്ചേറിയ എന്തെങ്കിലുമൊക്കെ വേണം. ഇന്നിപ്പോൾ ഞാൻ അതൊന്നും വെച്ചില്ല. ഉള്ളതൊക്കെ കൊണ്ടിട്ട് മിണങ്ങട്ടെ. ഇങ്ങനെ നമ്മൾ ചിലർക്കൊക്കെ ആണെങ്കിലല്ലോ ഇച്ചിരി ചാറ് മതിയായിരുന്നു. ചിലർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി മീനിൻ്റെ ചാറോ ഈ തോരനൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴിക്കും. നമ്മളിവിടെ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഉൾപ്പെടെ നമുക്കെന്താണെന്നറിയാം, കോരി ഒഴിക്കാൻ വേണം, കോരി ഒഴിച്ച് കലക്കാൻ വേണം. അതുകൊണ്ട് എന്നും ഒഴിച്ചെറിയോ രസമോ കാണും. സാമ്പാറൊക്കെ വെക്കാൻ പാടല്ലേ, സാമ്പാർ തീയലൊക്കെ വെക്കാൻ പാടല്ലേ. ഒഴിച്ചെറിയ രസമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് വെക്കാം. എന്തായാലും ഇന്നിപ്പോൾ ഞാൻ അതൊന്നും വെക്കുന്നില്ല. ഇന്നിപ്പോൾ കീര തോരനും പാവയ്ക്ക തോരനും ഈ സംഭവവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇതൊക്കെ മതി. വൈകുന്നേരം കണ്ടത് വൈകുന്നേരം. അപ്പോൾ എന്തായാലും കഴിക്കുന്നത് കാണിക്കാൻ പറ്റി കാണിക്കുക. ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. കാണുന്നവർ കാണട്ടെ, സ്കിപ്പ് ചെയ്ത് പോകുന്നവർ പോട്ടെ. അല്ല പിന്നെ എന്നോടാ കളി.